നമസ്കാരം. നമസ്തേ നന്ദകുമാർ. ഇസ്രയേൽ ഇന്നലെ ഇറാനിൽ മിസൈൽ ആക്രമണം നടത്തുകയും ബോംബാക്രമണം നടത്തുകയും തുടർന്ന് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്ത് ഒരൊറ്റ ദിവസം കൊണ്ട് ലോകം മുഴുവൻ വല്ലാത്ത അസ്വസ്ഥതയിലായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ പരമോന്നത സുപ്രീം ലീഡറെ തന്നെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു. ഈ യുദ്ധം കേരളത്തിന് എത്രമാത്രം പ്രശ്നമുണ്ടാക്കും? നമ്മൾ ഇതിന്റെ ഒരു യുദ്ധത്തിന്റെ ഒരു ഡയമെൻഷൻ കൂടെ നമ്മളൊന്ന് കാണണം. കാരണം നമ്മൾ കേരളത്തിലെ ആളുകൾ ഗൾഫിൽ നടന്ന യുദ്ധം കേരളത്തിനെ ബാധിച്ചത് വാസ്തവത്തിൽ 1990 ഇറാഖ് കുവൈത്ത് യുദ്ധമാണ്. അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രശ്നങ്ങൾ ഈ യുദ്ധം ഉണ്ടാക്കിയേക്കും. പ്രശ്നങ്ങൾ ചില രാജ്യങ്ങളെ നേരിട്ടും മറ്റു ചില രാജ്യങ്ങളെ നേരിട്ടല്ലാതെയും ബാധിക്കും. നമ്മളെ ബാധിക്കുന്നത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്നുള്ളതല്ല, അത് അവിടെ താമസിക്കുന്ന മലയാളികളെ അല്ലെങ്കിൽ മാത്രമേ ബാധിക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഓഫ് ദ വാർ എന്ന് പറഞ്ഞ കേരളത്തെ വല്ലാണ്ട് ബാധിക്കും. അപ്പൊ ഇത് നമ്മൾ US ഇസ്രായേൽ ചേർന്നിട്ട് ഇറാന് മേൽ നടത്തുന്ന സംയുക്ത ആക്രമണത്തെ തുടർന്ന് വലിയ പൊട്ടിത്തെറി ശബ്ദങ്ങൾ ദുബായിലും അബുദാബിയിലും കുവൈറ്റിലും കേട്ടുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു എന്ന് UAE ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ബഹ്റിന്റെ അതിർത്തി പ്രദേശത്ത് ആക്രമണം ഉണ്ടായി എന്ന് ബഹ്റിനിൽ നിന്നുള്ള റോയിട്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നു. ബഹ്റിന്റെ കടൽ തീരത്ത് വൻ പുകപടലങ്ങൾ ഉയരുന്നുണ്ട്, അപായ സൈറനുകളും കേൾക്കുന്നുണ്ട്. ഖത്തർ മിലിറ്ററി ഇറാന്റെ മിസൈലുകളെ നിർവീര്യമാക്കി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഖത്തറിനെ ആക്രമിക്കുന്നത് ഇറാനാണ്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ തുടർച്ചയായി പൊട്ടിത്തെറികൾ ഉണ്ടായതായി റോയിട്ടേഴ്സ് പറയുന്നു. AFP റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ സൗദിയെ ടാർഗറ്റ് ചെയ്തതായി സൗദി കരുതുന്നില്ലെങ്കിലും അയൽ രാജ്യങ്ങളിലെ ഇറാന്റെ ആക്രമണത്തെ സൗദി അപലപിച്ചിട്ടുണ്ട്. സൗദിയിലേക്ക് ആക്രമണം നീങ്ങുന്ന സമയം വിദൂരമല്ല. അപ്പൊ നമ്മൾ ഇതിലൂടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഈ രാജ്യങ്ങളൊന്നും തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിനെ അപലപിക്കുന്നില്ല. വളരെ വളരെ വ്യക്തമായി നമ്മൾ കാണേണ്ടതാണ്. അമേരിക്കൻ രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കും, അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ മറ്റ് രാജ്യങ്ങളുള്ള അമേരിക്കൻ താവളത്തെ ആക്രമിക്കുന്നു. കാരണം ഇറാന് നേരിട്ട് അമേരിക്കയിൽ യുദ്ധം നടത്താനുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്രയും ദൂരം പോയി യുദ്ധം ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ഈ രാജ്യങ്ങളുള്ള അമേരിക്കൻ ബേസുകളെ അമേരിക്കൻ ആണ് ആക്രമിക്കുന്നത്. അപ്പൊ ആ രാജ്യങ്ങളെല്ലാം ഇറാനെ അപലപിക്കുന്നു. പക്ഷെ യുദ്ധം നടത്തിയ അമേരിക്ക ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല. ഇത് നമ്മൾ അവിടെ കാണേണ്ട ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം പൊതുവെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ നമ്മൾ പറയണം, മറ്റ് രാജ്യങ്ങളെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക എന്ന് പറയുന്നു. പക്ഷെ വസ്തുത എന്താണ്? ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ്, മറ്റതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. ഈ ഒരു അടിസ്ഥാന ഫൈറ്റ് ആയിരങ്ങളാം വർഷങ്ങളായിട്ടുള്ള ഈ ശത്രുത അതിനകത്ത് കിടപ്പുണ്ട്. അതിന്റെ ഇടയിലാണ് ഇസ്രായേലിനെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമ്മളത് പിന്നീട് പറയാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒക്കെയാണത്. പക്ഷെ പൊതുവെ നമ്മൾ പറയാം മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും. നോ, മുസ്ലിം രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ദെൻ ദ അതർ ആർ ക്രിസ്ത്യൻ കൺട്രീസ് എന്ന് നമ്മൾ പറയണം. നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യാറ്. നമ്മൾ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ, വെസ്റ്റേൺ കൺട്രീസ് നമ്മൾ പറയുന്നു. ഇത് നമ്മൾ എല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. ഏതായാലും ഈ മുസ്ലിം രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ ഇറാനെ അപലപിക്കുന്നുണ്ട് ഇരിക്കുകയാണ്. ഇനി AFP ഓക്കെ, തങ്ങളുടെ നേർക്ക് വരുന്ന 2 ബാലിസ്റ്റിക് മിസൈലുകൾ നശിപ്പിച്ചതായി ജോർദാൻ പറയുന്നുണ്ട്. അത് എവിടുന്ന് വന്ന മിസൈലാണെന്ന് അവർ റിപ്പോർട്ടിനകത്ത് ക്ലിയർ ആയിട്ടില്ല. തങ്ങളുടെ രാജ്യത്തുള്ള ഇറാൻ അനുകൂല മിലിറ്ററി ബേസിലേക്ക് വ്യോമാക്രമണം നടന്നു എന്ന് ഇറാഖ് മിലിറ്ററി വ്യക്തമാക്കുന്നു. അപ്പൊ ഒരു ചോദ്യം, എന്തിനാണ് അമേരിക്ക ഇപ്പൊ ഇറാനെ ആക്രമിച്ചത്? അമേരിക്ക പറയുന്ന കാരണങ്ങൾ ഇവയാണ്. 1, ഇറാനിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കാൻ. 2, ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കാൻ. 3, ഇറാന്റെ നേവി നശിപ്പിക്കാൻ. 4, ഇറാന്റെ സഹായത്തോടെ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ നടത്തിവരുന്ന ആയുധവൽക്കരണം തടയാൻ. 5, ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ. ഇറാനിൽ ഒരു പുതിയ വിപ്ലവത്തിന് കളമൊരുക്കുകയാണ് എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, 73 വർഷങ്ങൾക്ക് മുമ്പ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇറാനിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസാദയുടെ സർക്കാരിനെ CIA സഹായത്തോടെ ആണ് അന്ന് അട്ടിമറിച്ചത്. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇന്ന് നടക്കുന്നത്. അന്ന് ജനാധിപത്യപരമായിരുന്നു അമേരിക്കയ്ക്ക് പ്രശ്നം, ഇന്ന് മതാധിഷ്ഠിത രാജ്യമായതാണ് അമേരിക്കയ്ക്ക് പ്രശ്നം. 73 വർഷങ്ങൾക്ക് മുമ്പ് CIA ഉപയോഗിച്ചായിരുന്നു അമേരിക്ക അട്ടിമറി നടത്തിയത്. ഇന്നത് നേരിട്ടുള്ള ആക്രമണം വഴിയാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ.
ഈ പറയുന്നതിൻ്റെയൊക്കെ പുറയിൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാരണങ്ങൾ. പണ്ട് തൊട്ടേയുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഈ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളുടെ സമ്പത്ത് അവർക്ക് വേണം. നിങ്ങളുടെ കയ്യിരിക്കുന്ന പണം എനിക്ക് വേണം, അതിന് നിങ്ങളെ ഞാൻ പല രീതിയിൽ ചാപ്പ കുത്തിയിട്ട് ഞാൻ നിങ്ങളെ ആക്രമിക്കും, നിങ്ങളുടെ പണം എടുക്കുന്നു. അതാ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടല്ലോ, വെനസ്വേലയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ത്യ എടുത്ത് പറയുന്നു, വെനസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്ന് എണ്ണ മേടിച്ചാൽ മതി, റഷ്യയിൽ നിന്ന് മേടിക്കേണ്ട എന്ന് പറയുന്നില്ലേ? ഇത് പണ്ട് തൊട്ടേ നടക്കുന്നതിന്റെ പുതിയ രൂപങ്ങളാണിത്. പുതുതായിട്ടുള്ള ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാം മറ്റുള്ള രാജ്യങ്ങളുടെ, മറ്റുള്ളവന്റെ പണം, അവന്റെ സ്വത്ത് ഏത് രീതിയിലും കൈക്കലാക്കാനുള്ള വളരെ പ്രാകൃതമായ ഒരു ചിന്തയാണ് സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് ഡിജിറ്റൽ യുഗത്തിലും മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോത്ര രീതി തന്നെ ഒരു വ്യത്യാസമില്ലേ? ഡ്രസ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിലെ വ്യത്യാസമുള്ളൂ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലെ വ്യത്യാസമുള്ളൂ, നമ്മൾ പറയുന്ന നുണകളിലെ വ്യത്യാസമുള്ളൂ. വസ്തുതയൊക്കെ അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ ന്യൂക്ലിയർ രാജ്യമാകാൻ എടുത്ത നടപടികളാണ്. ഏത് വിധേനയും ഇത് തടയണം എന്നാണ് അമേരിക്കയും ഇസ്രായേലും പറയുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ അണവായുധമുള്ള ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. ഈ മിഡിൽ ഈസ്റ്റില് ഇറാൻ ഡെവലപ്പ് ചെയ്യാൻ പോണേ ഉള്ളൂ. ഇസ്രായേലിന് ആണവായുധങ്ങളുണ്ട്. ഈ ഇസ്രായേലാണ് ആണവായുധം ഉണ്ടാക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ ലോകത്തിന് ആപത്താണെന്ന് പറയുന്നത്. ഏറ്റവും ആണവായുധ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ലോകത്ത് ആണവായുദ്ധം നടത്തിയ ഒരേ ഒരു രാജ്യവും അമേരിക്കയാണ്. ഹിരോഷിമയിലും നാഗസക്കിയിലും, അതും രണ്ടാം ലോക മഹായുദ്ധം തീർന്ന ശേഷം, അതും തങ്ങൾ വികസിപ്പിച്ചെടുത്ത ആണവായുധത്തിന്റെ കരുത്ത് എത്ര എന്ന് ജനങ്ങളുടെ മുകളിൽ പരിശോധിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു ബോംബ്. ഈ രണ്ട് രാജ്യങ്ങൾക്കുമാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിൽ എതിർപ്പ്, ഇസ്രായേലിനും അമേരിക്കയ്ക്കും. നിലവിൽ 9 രാജ്യങ്ങൾക്ക് ആണവായുധങ്ങളുണ്ട്. റഷ്യ, ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ, ചൈന, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ, ഇന്ത്യ. ഇവർക്കെല്ലാവർക്കും കൂടെ ചേർന്ന് 12,331 ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. ഫെഡറേഷൻ ഓഫ് അറ്റോമിക് സയന്റിസ്റ്റിന്റെ സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ന്യൂക്ലിയർ ഫോഴ്സസ് 2025 റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ 9 രാജ്യങ്ങളുടെ ആണവായുധ ശേഖരം ഇങ്ങനെയാണ്. റഷ്യക്ക് 5,459 ആണവായുധങ്ങളുണ്ട്. അമേരിക്കക്ക് 5,277 ആണവായുധങ്ങളുണ്ട്. ചൈനയ്ക്ക് 600 ഉണ്ട്. ഫ്രാൻസിന് 290 യുണൈറ്റഡ് കിങ്ഡത്തിന് 225, ഇന്ത്യക്ക് 180 ആണവായുധങ്ങളുണ്ട്. പാകിസ്ഥാന് 170 ആണവായുധങ്ങളുണ്ട്. ഇസ്രായേലിന് 90 ആണവായുധങ്ങളുണ്ട്. നോർത്ത് കൊറിയയ്ക്ക് 50 എണ്ണമുണ്ട്. ഇവിടെ നമുക്ക് രസകരമായ ഒരു കാര്യം ഓർക്കാം. ഇന്ത്യ പാകിസ്ഥാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതി തകർത്തെന്നും വിശ്വഗുരുവിന്റെ ആ സർജിക്കൽ ഓപ്പറേഷനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇറാന്റെ ആണവായുധ പദ്ധതി തകർക്കാനുള്ള പദ്ധതി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തി വരുന്നത് എന്നുമാണ് നമ്മുടെ നാട്ടിലെ ചില സംഘി ജേർണലിസ്റ്റുകളും ഓൺലൈൻ മാധ്യമങ്ങളും വീമ്പിളക്കുന്നത്. വാസ്തവം ഇതാണ്. ഇന്ത്യക്ക് 180 ആണവായുധങ്ങളുണ്ട്. പാകിസ്ഥാന് 170 ആണവായുധങ്ങളുണ്ട്. പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് ഇന്ത്യക്ക് ത്രട്ടാണെങ്കിൽ, ലോക സമാധാനത്തിന് ത്രട്ടാണെങ്കിൽ, ഇന്ത്യക്ക് ആണവായുധം ഉണ്ടാകുന്നത് പാകിസ്ഥാനും ത്രട്ടാണ്, ലോക സമാധാനത്തിനും ത്രട്ടാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ലോക സമാധാനത്തിന് പ്രശ്നമാണെങ്കിൽ, അമേരിക്കക്ക് ആണവായുധമുള്ളതും ഇസ്രായേലിന് ആണവായുധമുള്ളതും മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഉള്ളതും ലോക സമാധാനത്തിന് ത്രട്ട് തന്നെയാണ്. ഞങ്ങളൊക്കെ മിടുക്കന്മാർ, ഞങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ഇരുന്ന കുഴപ്പമില്ല, നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാറില്ല. നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നുണ്ടോന്നൊക്കെ ഇല്ല. കാരണം ഒരാൾ ആണവായുധം പ്രയോഗിച്ചാൽ മറ്റേയാൾ പ്രയോഗിക്കും. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളെ ഇല്ല. ആണവായുധം ഉള്ള രാജ്യവും ആണവായുധം ഇല്ലാത്ത രാജ്യങ്ങളും തമ്മിലെ യുദ്ധം. ഒന്നുകിൽ ലോകത്തുള്ള ഒരു രാജ്യത്തിനും ആണവായുധം പാടില്ല, അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് എല്ലാ രാജ്യങ്ങൾക്കും ആണവായുധം ഉണ്ടാകണം. അപ്പൊ ഇറാന് ആണവായുധം ഫുള്ളി എക്യുപ്ഡ് ആയിരുന്നെങ്കിൽ അമേരിക്ക ആക്രമണം നടത്തത്തില്ല. എന്തുകൊണ്ട് റഷ്യ ആക്രമിക്കുന്നില്ല? റഷ്യക്കാണല്ലോ അമേരിക്കക്കാൾ കൂടുതൽ ആയുധം ഉള്ളത്, ആണവായുധം. എന്തുകൊണ്ട് ആക്രമിക്കാതെ? എന്തുകൊണ്ടാണ് നോർത്ത് കൊറിയ ആക്രമിക്കാതെ? എന്തുകൊണ്ടാണ് ചൈന ആക്രമിക്കാതെ? ഒന്നും ചെയ്യില്ല. ആണവായുധമുള്ള രാജ്യങ്ങളെ മറ്റൊരാക്രമിക്കത്തില്ല. ഇനി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇറാന്റെ തന്നെ ഔദ്യോഗിക മാധ്യമം വ്യക്തമാക്കി. അവർ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അത് സത്യമായിരിക്കണം. അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കത്തില്ല. കാരണം നമ്മൾ പണ്ട് ഈദി അമീനെ കുറിച്ച് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുകൾ നമ്മൾ എന്തെല്ലാം കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിപ്പോ ഇറാൻ തന്നെ അത് ഫോർമലായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കഷ്ടിച്ച്
ഒരു മാസത്തിന് മുമ്പാണ് വെനിസ്വേലൻ പ്രസിഡന്റ് അമേരിക്ക തട്ടിക്കൊണ്ടുപോയത്. ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചത് അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണ്. കാരണം ഭരണഘടനാപരമായി കോൺഗ്രസിന് മാത്രമാണ് യുദ്ധം പ്രഖ്യാപിക്കാൻ അവകാശമുള്ളൂ. എക്സിക്യൂട്ടീവ് ഹെഡായ പ്രസിഡന്റിന് അതിനുള്ള അധികാരമില്ല. എന്നാലും ട്രംപ് അതൊക്കെ ചെയ്യും. കാരണം ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ അരീനയിലെ പേപ്പട്ടിയാണ് അയാൾ. കാണുന്നവരുടെ ഒക്കെ നേരെ കുരയ്ക്കും, തരം കിട്ടിയാൽ കടിക്കും. പക്ഷേ ഇതിനേക്കാൾ രസകരം, മുൻ പ്രസിഡന്റുമാർ പലരും കോൺഗ്രസിന്റെ അനുമതി വാങ്ങാതെ യുദ്ധം നടത്തിയിട്ടുണ്ടെന്നും അത് ശരിയായിരുന്നില്ല എന്നും പറഞ്ഞയാളാണ് ട്രംപ്. മാത്രമല്ല സമാധാനത്തുള്ള നോബൽ സമ്മാനത്തിന് താനാണ് ഏറ്റവും അർഹനെന്ന് ഇന്നും പറയുന്ന ആളാണ് ട്രംപ്. ഒരു ഭാഗത്ത് യുദ്ധം നടത്തുന്നു, ഒരു ഭാഗത്ത് സമാധാനം നടത്തുന്നു. ഈ യുദ്ധം കേരളത്തെ പല രീതിയിൽ ബാധിക്കും. അത് നമുക്ക് പ്രധാനമാണ്. അന്യരാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന മലയാളികളിൽ 88% പേരും ജോലി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അതിൽ 78% പേർ യുവാക്കളാണ്. ഏറ്റവും കൂടുതൽ പേര് ജോലി ചെയ്യുന്ന UAE-യിലാണ്, ഏകദേശം 35%. തൊട്ടടുത്ത സൗദി അറേബ്യയിൽ ഏകദേശം 28%. ഏറ്റവും കൂടുതൽ ആൾക്കാർ മലപ്പുറത്ത് നിന്നുള്ളവരാണ്, ഏകദേശം 18%. തൊട്ടടുത്ത് ഇടുക്കിയിൽ നിന്നാണ്, ഏകദേശം 2%. ഇനി ഈ ആളുകൾ ജോലി ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നവർ കേരളത്തിന്റെ സമ്പദ്ഘടന എങ്ങനെ ഇത് ബാധിക്കുന്നു? കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഗൾഫ് പണത്തിന് നിർണായക സ്വാധീനമുണ്ട്. സംസ്ഥാനത്തിന്റെ നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 24% ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്. സംസ്ഥാനത്തിന്റെ ആകെ റവന്യൂ റെസിപ്റ്റിനേക്കാൾ കൂടുതലാണിത്. 1,53 കോടി രൂപയാണ് റവന്യൂ റെസിപ്റ്റ്. എന്നാൽ ഗൾഫ് റെമിറ്റൻസ് 2,17 കോടി രൂപയാണ്. ഏകദേശം 64,000 കോടി രൂപ റവന്യൂ റെസിപ്റ്റിനേക്കാൾ കൂടുതൽ ഗൾഫ് റെമിറ്റൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നമുക്കൊരു ദൂരക്കാഴ്ചയല്ല, നമ്മളെ ബാധിക്കുന്ന ആശങ്കാജനകമായ യുദ്ധമാണ്.